ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങള് അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അതെ, ഒരു കുഞ്ഞു പെണ്ണ് ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഹായ് പറഞ്ഞേ ഹംന. ഹായ് പറയോ. ഹംനയുടെ തലയിൽ ഞാൻ ഒരു 4 തെങ്ങിന് നട്ടിട്ടുണ്ട് കേട്ടോ. കിട്ടുന്നിടത്തുനിന്നൊക്കെ പിടിച്ചുകൂട്ടി പുഷിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട മുടി ഇങ്ങനെ അവിടെ ഇവിടെ ആകിയതായിട്ട് കിടക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ എന്തായാലും തമ്മിൽ കണ്ടിട്ടാണല്ലോ വരുന്നത്. അപ്പൊ എന്തായാലും ഹംനയുടെ ബർത്ത്ഡേ ഷോപ്പിംഗ് ആണ്. മുന്നത്തെ വീഡിയോസിൽ ലൈവിലൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു December 16th. അതെന്നാ ചൊവ്വാഴ്ചല്ലേ? ചൊവ്വാഴ്ചയാണ് ഹംനയുടെ ബർത്ത്ഡേ. അപ്പൊ നമ്മൾ ഹംനക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, ചെരുപ്പ് ആൻഡ് ഗിഫ്റ്റ് നമ്മളല്ല വാങ്ങിക്കണം. അതെന്റെ ഉമ്മച്ചിയാണ്. അപ്പൊ ഉമ്മച്ചീനെ ഇപ്പൊ പോയി വിളിക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് ഉമ്മച്ചി ജോലി കഴിഞ്ഞ് ഇറങ്ങും. അപ്പൊ ഉമ്മച്ചീനെ അവിടെ പോയിട്ട് വിളിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഹംന ഇപ്പൊ ഹയാസ് നിന്ന് കണ്ട് പരിചയത്തിൽ ഇങ്ങനെ നിക്കാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. സേഫ്റ്റി. ഉമ്മയുടെ മടിയിലിരിക്കാൻ വരോ? വാ. ഇന്നാണെങ്കില് ശനിയാഴ്ചയാണ്, ഒന്നാമത്തെ സെക്കൻഡ് സാറ്റർഡേ ആണ്. അത്യാവശ്യം എല്ലായിടത്തും വീക്കെൻഡിന്റെ ഒരു തിരക്ക് കാര്യങ്ങളുണ്ടാവും. ക്രിസ്മസ് അടുത്തേക്കുന്നതുകൊണ്ട് അതിന്റെ തിരക്കുണ്ടാവും. അവനെ നന്നായിട്ടിരിക്കും. അവനെ എന്റെ ഫോൺ എടുക്കണം അവിടെ ഇരുന്നിട്ട്. ഞാൻ ഇക്കാന്റെ ഫോണിലുണ്ട് വ്ളോഗ് എടുക്കുന്നത്. ഇപ്പൊ 2 ഫോണൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റപ്പ് ആണ്. അപ്പൊ ഞാൻ ലോങ് വീഡിയോ ഇതിലും ഷോർട്ട് വീഡിയോ എന്റെ ഫോണിലും എടുക്കാന്ന് ഓർത്ത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഹംനയുടെ മുടി കിട്ടിയേക്കണ രസൂല്ലേ? നല്ല രസൂല്ലേ ഹംന? അപ്പൊ അങ്ങനെ നമ്മള് പോകുന്ന വഴി ഒന്ന് ഓഫീസിൽ കയറണം. ഓഫീസിൽ കയറി അല്ലറ ചില്ലറ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഉമ്മച്ചിനെ വിളിച്ചിട്ട് നേരെ പോകും. അപ്പോ ഹംനാക്ക് എന്തായാലും ഉടുപ്പ് എടുക്കണില്ല. അല്ലേ നമ്മൾ ഫ്രോക്ക് വാങ്ങിക്കുന്നില്ലല്ലോ. എന്തായാലും ഫ്രോക്ക് വാങ്ങിക്കുന്നില്ല. ഫ്രോക്ക് ഹംനാക്ക് ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും കംഫർട്ട് അല്ല ഹംനാക്ക് ഫ്രോക്ക്. അപ്പൊ എന്തായാലും നമ്മള് ഫ്രോക്ക് വാങ്ങിക്കുന്നില്ല. അല്ലാതെ എന്തെങ്കിലും ഒരു കൊറിയൻ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എന്റെ മനസ്സിൽ. സ്ഥലമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോവില്ലയോ എന്നുള്ളത് ഇക്കാക്കയുടെ കയ്യിലിരിക്കുന്നത്. സമയം ഇപ്പൊ 1 മണിയാണ് കേട്ടോ. നമ്മള് ലഞ്ച് കഴിച്ചോന്ന് വെച്ചാൽ കഴിച്ചു. കാര്യമായി ഇവിടെ എന്താ ഈ ഇലക്ഷന്റെ ഇന്ന് മറ്റേ വോട്ടെണ്ണലായിരുന്നല്ലോ. ജയിച്ചതിന്റെ അർമാദനമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും നിങ്ങളൊക്കെ വോട്ട് ചെയ്തവര് ജയിച്ചോ എങ്ങനെയുണ്ടെന്നുള്ളത് പറയട്ടെ. നിങ്ങളുടെ ആ ഒരു വോട്ട് വെറുതെ പോയോ അല്ലെങ്കിൽ അത് അടിപൊളിയായോ എന്നൊക്കെ ഉള്ളത് പറയൂ. അപ്പൊ എന്തായാലും എന്താ ഞാൻ പറഞ്ഞത്? ലഞ്ച് കഴിച്ചോന്ന് വെച്ചാ കുറച്ച് കഴിച്ച്. ഇന്ന് ഹയാസിന് മദ്രസയിൽ നിന്ന് ഓത്തുചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹംന ഊരരുത്. ഓത്തുചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്ന് കഴിയിട്ട് വരെ ഞങ്ങളെല്ലാവരും കുറേശ്ശെ കഴിച്ചു. അപ്പൊ അവര് വിശപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പോകുന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴായിരിക്കും മറ്റേ അന്യായ വിശപ്പൊക്കെ വരാൻ പോണത്. എന്താ ഭയങ്കര സ്ലോയിൽ പോണത്? ഞാൻ ആലോചിക്കേണ്ടത് ഇത്ര സ്ലോയിൽ പോണെന്ന്. ഇന്നലെ ഞങ്ങളെ രാത്രി ഹംനയും ഹയാസും ഞങ്ങളൊക്കെ കൂടി 2 വീലറിന് പോയിട്ടുണ്ടായിരുന്നു ഇതില്. അപ്പൊ ഹംനയുടെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പുതിയ ചെരുപ്പില്ലേ, പച്ച ചെരുപ്പ്, അതിന്റെ ഒരെണ്ണം മിസ്സായി. കൊച്ചു പറഞ്ഞിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് അബ്ബനോട് പോയി എന്ന് പറഞ്ഞു വിളിരുന്നു. അപ്പൊ ഇവള് പോയി എന്ന് പറഞ്ഞപ്പോ ഇക്കാട് വിചാരം എന്തോ പട്ടി പോയി പൂച്ച പോയി എന്തോ വിചാരിച്ച് കൊച്ചിന്റെ അടുത്ത് പറഞ്ഞ് അടങ്ങിയിരിക്കുന്ന പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ അവിടെ അടക്കിയിരുത്തി പോയാ അത് ടവലും എടുത്തോളാം. അങ്ങനെ അടക്കിയിരുത്തി ഓഫീസിൽ ചെന്ന് ഞാൻ കാലിൽ നോക്കിയപ്പോ ചെരുപ്പ് കാണില്ല. പുതിയ ചെരുപ്പ് അധികം ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പൊ നമ്മള് പോകുന്ന വഴിക്കാണ്, ഓഫീസിലേക്ക് പോണ വഴിക്ക് തന്നെയാണ്. അപ്പൊ നോക്കിയിട്ട് അതാണ് ഇക്ക ഇങ്ങനെ പയ്യെ പോണത്. നോക്കിയിട്ട് കിട്ടിയാ കിട്ടി, പോയാ പോയി, അത്രേ ഉള്ളൂ അല്ലേ? നമുക്ക് നോക്കാം, കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. ഞാൻ നോക്കാൻ, ഞാനും നോക്കട്ടെ കേട്ടോ. ഗൈസ്, നമ്മുടെ ഇവിടെ UC കോളേജിലാണ് കേട്ടോ വോട്ടെണ്ണല്. അപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല അർമാദനമാണ്, ഞാൻ കാണിച്ചുതരാവേ. എല്ലാ പാർട്ടിക്കാരുടെയും കൊടികളൊക്കെ കാണുന്നുണ്ട്. സന്തോഷ പ്രകടനവും അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോഡിലും ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഈ ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പോലീസുകാരാണെങ്കിൽ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. വോട്ടിലെ ജയിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, തോക്കുന്നവർക്ക് അതുപോലെ തന്നെ വിഷമമായിരിക്കും. പക്ഷെ ജയിക്കുന്ന ഈ ആഹ്ലാദ പ്രകടനം ഈ നടു റോട്ടിൽ നിന്ന് ചെയ്യണതിനോട് വലിയ താല്പര്യമില്ലാട്ടോ എനിക്ക്. കാരണം ഇപ്പൊ തന്നെ എത്രയോ ആളുകളുടെ ആ ഒരു വഴിയാണ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവര് നിന്ന് കാണിക്കണം. എന്തെങ്കിലും എമർജൻസിക്ക് ഒരു ആംബുലൻസ് തന്നെ കടത്തി വിടണമെങ്കിൽ നല്ല പണിയാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൗണ്ടൊക്കെ കണ്ടുപിടിച്ച് വരും ഇലക്ഷനില് ആ ഗ്രൗണ്ടിൽ നിന്നൊക്കെ അർമാദനം നടത്തണമെങ്കിൽ ഇതിലൊക്കെ കുറച്ച് ആശ്വാസം ഉണ്ടായേനെ. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ആശ്വാസം ഉണ്ടായേനെ. ഇനി വോട്ട് ചെയ്യാനുള്ള ഒരു സന്തോഷമൊക്കെ എപ്പോഴും ഉണ്ടായേനെ. അപ്പൊ അങ്ങനെയാണ് നമ്മളപ്പോ ഉമ്മച്ചിനെ വിളിക്കാൻ പോകട്ടോ. ഹംനയുടെ പരിപാടികൾ കാണിച്ചുതരാട്ടോ. ഇവിടെ ഹംനത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഡാഷ്ബോർഡിന്റെ ഉള്ളിലാണ് കാലം. വരുന്നതിനിടയിൽ ഇക്കാക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് വണ്ടിയിലിരുന്ന് വെയിലടിച്ചിട്ട് ഹംനതെ ആ വെയിലിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് ടവലൊക്കെ വാങ്ങിയിട്ട് മുഖത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അവളുടെ കുറുമ്പുകളും കാണിക്കുന്നുണ്ട്. ഞാനും ഹംനയും കൂടി വണ്ടിയിലിരുന്ന് ഇതേ കളി തന്നെ ഒരു 1/2 മണിക്കൂറോളം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഇക്കാക്ക് വന്നപ്പോ ഉമ്മച്ചിനെ വിളിക്കാൻ പോയി. ആരെ വണ്ടി കയറിയത്? ഹംന
ആരടി വണ്ടി കയറിയത്? നമ്മുടെ ബാക്കിൽ ആരാ നോക്കി? അവന്റെ ബാക്കിൽ ആരാ നോക്കി? ആരാണ്? ആരാണത്? ആരാടിയത്? ആരാണ്? ആദ്യത്തെ ഒരു നാണപ്രകടനം മാത്രമേ ഉള്ളൂ കേട്ടോ ഹംനാക്ക്. പിന്നെ നേരെ ഉമ്മച്ചിയുടെ അടുത്ത് പോയി ഉമ്മച്ചിയുടെ ഫോണൊക്കെ വാങ്ങിച്ചതേ കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മളപ്പോ ആദ്യം തന്നെ ഒരു ടോയ്സ് ഷോപ്പിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഹംനാക്ക് വേണ്ട ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട്. നമ്മൾ നോക്കി വന്ന സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു സ്റ്റോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂട്ടറാണ്, ഇലക്ട്രിക്കിന്റെ സ്കൂട്ടറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ കുറച്ച് ജീപ്പൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നോക്കി. ഈ സെന്ററിൽ കിടക്കുന്ന ജീപ്പിന് എന്തോ ഓഫർ പ്രൈസ് എന്നും പറഞ്ഞ് 7500 രൂപയാണ് കേട്ടോ അവർ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഭയങ്കര വേർത്ത് ആണല്ലോ എന്ന്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ കടയിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അത് അത്ര വേർത്ത് അല്ലായിരുന്നു. കാരണം ഈ ഒരു കടയിൽ നമ്മൾ അവിടെ കണ്ട ഒരു സെയിം ജീപ്പിന് 6500 രൂപയുള്ളൂ. ഇവിടെ വന്നപ്പോൾ സ്കൂട്ടറിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല 2, 3, 4, 5 കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്കൂട്ടറാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനൊരു 2 മോട്ടറൊക്കെ വരുന്നുണ്ട് എടുക്കാന്നുള്ള പ്ലാനിലൊക്കെ ഇരുന്നപ്പോഴേക്കും ഹംനദേ ടപ്പേന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരൊറ്റ വീഴ്ച വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് വീണെങ്കിലും അതിനേക്കാളേറെ ഹംനാക്ക് ദേ ഈ ഒരു സ്കൂട്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ഉമ്മച്ചിക്ക് എന്തായാലും വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിലും ഉമ്മച്ചി ഹംനാനെ കാര്യമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഹംന വണ്ടി ഓടിക്കാൻ പഠിച്ചതുകൊണ്ട് തന്നെ ഹംന ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാന്ന്. അവൾ ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്ര ക്വാളിറ്റി ഇല്ല. കാരണം ഹയാസും കൂടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് അത്രക്ക് അങ്ങോട്ട് പറ്റില്ല. ഹംനാക്ക് മാത്രമാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കി വീണ്ടും നമ്മൾ ജീപ്പിന്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി റേറ്റും അതുപോലെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ജീപ്പാണ് ഫീൽ ചെയ്തത്. ഇതാകുമ്പോൾ ഹയാസിനും കൂടി യൂസ് ചെയ്യാലോ. അതിൻ്റെ ഇടയിൽ കൂടെ അത് ഇക്കാക്ക് പറ്റിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇക്കാതെ നോക്കുന്നുണ്ട്. ഈ ഒരു ജീപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല ഇക്കാക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ട് നമ്മൾ എന്തായാലും അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മുടെ വീട്ടിൽ അതിനുള്ള സ്ഥല സൗകര്യവും ഇല്ല. നമ്മളപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കിന്റെ കാർ വാങ്ങിക്കാൻ അല്ല ജീപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് മുട്ടത്തുള്ള ടോയ് മാൾ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ സർവീസും ആഫ്റ്റർ സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ജീപ്പാണ് കേട്ടോ ആദ്യം കണ്ട റെഡ് ജീപ്പാണ് എടുത്തത്. ഇക്കാന്റെ സന്തോഷം കണ്ടില്ലേ, അതാ വാങ്ങിച്ചതിന്റെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതൊരു വണ്ടി കയറ്റാന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കൂട്ടർ വാങ്ങിക്കാനായിരുന്നല്ലോ. ആ സ്പേസ് ഒക്കെ നമ്മുടെ വണ്ടിയിലുണ്ട്. പിന്നെയാണല്ലോ ജീപ്പിലേക്ക് മാറിയത്. എന്തായാലും ജീപ്പൊക്കെ വണ്ടി കയറ്റി നമ്മൾ നേരെ പോയത് ഇനി ഹംനാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സിന്റെ കാര്യത്തിൽ മുന്നേ തന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മളൊരു ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മുട്ടത്ത് നിന്ന് ട്രാവൽ ചെയ്ത് കലൂര് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ വേണ്ട പീസൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വീണ്ടും റിട്ടേൺ മുട്ടത്ത് തന്നെ വന്ന് താലോലം എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ കയറിയത്. ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ട് ആ ഒരു മെറ്റീരിയൽ ഒക്കെ ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് തോന്നി. ആകെ 2 മാത്രമേ ട്രയൽ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബോഡിക്കോൺ ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ എടുത്തില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കോഡ് സെറ്റ് എടുത്തു. പിന്നെ അവൾക്കൊരു ഷൂവും കൂടി നോക്കിട്ടോ. അപ്പോൾ ഈ ഒരു ഷൂ അത്ര വെയിറ്റ് ഒന്നുമില്ല. കാണാൻ നല്ല ഹെവി സൈസും ഉണ്ട്. വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനും ഇക്കാക്കും അത് ഒരുപോലെ അപ്രൂവ് ചെയ്തിട്ട് നമ്മൾ അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മയുടെ അബ്ബാടെയും കൂടിയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സും ഈ ഒരു ഷൂസ് ഒക്കെയാണ് നമ്മളുടെ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അവൾക്ക് ഇപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നൊന്നും അങ്ങനെ തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ. പിന്നെ ഒരു സ്പെക്കും കൂടി വാങ്ങിക്കാന്ന് ഓർത്തു. എന്തായാലും എനിക്ക് ആ ഒരു ജീപ്പിലേക്ക് ഇരുത്തി ഫോട്ടോസ് ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഒരു സ്പെക്കും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അല്ലെങ്കിൽ ഹംന സ്പെക്ക് വയ്ക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കിഡ്സിൻ്റെ സ്പെക്സിൽ. അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ നോക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് നേരെ ഹംനാക്ക് വെച്ച് കൊടുത്തപ്പോൾ ഹംനാക്കും നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഹംന ഈ സ്പെക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ അഭിപ്രായം. അങ്ങനെ സ്പെക്കൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഷോ ഓഫ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹയാസിന് ഒരു സ്പെക്ക് വാങ്ങിക്കാന്ന് ഓർത്തു കേട്ടോ. അവൻ്റെ സ്പെക്കും കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരെണ്ണം ഞാൻ എടുത്തു കൊടുത്തപ്പോൾ ഇക്കാക്ക് അത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ഹംന വെച്ച് നോക്കാൻ സമ്മതിക്കുന്നില്ല. ഇക്കാക്ക് എന്തായാലും വെച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സ്പെക്കും കൂടി എടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. അപ്പൊ ഗൈസ് ഇത് ഡേ 2 ആണ്. നമ്മൾ ഇന്നലെ രാത്രി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ എത്ര മണിയായിട്ടുണ്ട്? ഒരു 8:30, 9 മണിയുടെ ഒക്കെ അടുത്തായിട്ടുണ്ട്. 8:30 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് ഡ്രസ്സ് വാങ്ങിച്ച് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹംനാക്ക് കാറ് വാങ്ങിച്ചേക്കുന്നത്. ഹംനാക്ക് മീൻസ് ഹയാസിനും കൂടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പോണത് ഹയാസ് തന്നെയായിരിക്കും. അപ്പൊ അത് നമ്മൾ ഇന്നലെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഹയാസിന് അറിയാനേ പാടില്ല ഇങ്ങനെ വാങ്ങിച്ചേക്കുന്ന സംഭവം. ഇപ്പൊ അവൻ മദ്രസയിൽ പോയേക്കാണ്. പോയി വരുമ്പോഴേക്കും നമ്മള് കാറ് ജീപ്പല്ലേ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. അപ്പൊ അത് നമ്മള് ഇറക്കി റൂമിൽ വെച്ചിട്ട് മൂടിയൊക്കെ ഇടാം. എന്നിട്ട് അവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിട്ട് പ്രസന്റ് ചെയ്യാന്നൊക്കെയാണ്. പിന്നെ നമുക്ക് ഇന്ന് ഫോട്ടോഷൂട്ട് എടുക്കാൻ പോണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പോലും മുകളിലൊന്നുമില്ല, പോയി ബീച്ചിൽ പോകും. അപ്പൊ അങ്ങനെ പോലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചേക്കണത്. എനിവേ എന്തായാലും നമുക്ക് വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കാം.
ഇവിടെ ആരും കണ്ടിട്ടില്ല കേട്ടോ, ഇവിടെ ഉമ്മിച്ചി പാപ്പിച്ചി ആരും കണ്ടിട്ടില്ല വണ്ടി. ഇന്നലെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് കാറിലോട്ട് നോക്കുമ്പോഴേ സാധനം കാണാതിരിക്കാൻ വേണ്ടി അത് എൻ്റെ വണ്ടിയും ഇടണ സീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഇടണ ചവിട്ടിയാണ് കേട്ടോ, അതെടുത്ത് അങ്ങനെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ കാറിൽ. അപ്പൊ നമ്മൾ ഇന്നോവ ക്രിസ്റ്റ്യൻ ഇറക്കാൻ പോവാണ്. അതിലിറങ്ങൂല, ആ ഡോറ് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, ഉള്ളിൽ നിന്ന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഇറക്കാൻ പോവാണ് ഗായ്സ്. വാവ്, നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു. ഹയാസിന് ഇത് കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. വണ്ടിയിലേ നമ്മുടെ കാറിൽ ഇത് കയറാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. ഉമ്മിച്ച് കുറെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. സർവീസിനൊന്നും പിന്നെ നമുക്ക് വേറെ പുറത്തേക്കൊന്നും പോകണ്ട വണ്ടിയുടെ. വന്നോനാ ഹെൽപ്പ് ചെയ്യാൻ? ഇറക്കോ? ബാഹുബലി താഴെ എടുത്തിട്ട് ബാഹുബലിടാ. നമ്മ റെഡ് കളർ തന്നെയാണ് എടുത്തത്. ഇതിന്റെ ബ്ലൂവും ബ്ലാക്കും ഉണ്ടായിരുന്നു ഫോട്ടോയിലേക്കും അങ്ങനെയൊക്കെ പോസ് ചെയ്യാൻ അടിപൊളി റെഡ് അല്ലേ, അപ്പൊ അതാണ് റെഡ് എടുത്തത്. കാറിന്ന് ജീപ്പ് ഇറക്കിയത് കണ്ട ഹംനാക്ക് അതിലൊന്ന് കയറിയിരിക്കാനും ഓടിക്കാനൊക്കെ ഭയങ്കര ത്വരയായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മിച്ചിയും വാപ്പിച്ചിയും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ ഇപ്പോഴാണ് കേട്ടോ വണ്ടി കാണുന്നത്. അവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ചു നേരം ഹംനാനെ ഇരുത്തിയിട്ട് ഇക്കാക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുത്തു. ഹയാസ് ഇപ്പൊ തന്നെ വരും കേട്ടോ. അപ്പൊ കാറ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സാറ്റിന്റെ ക്ലോത്ത് ഒന്നും ഇല്ല, അപ്പൊ ഉള്ളത് ഒരു പുതപ്പാണ് കേട്ടോ. റെഡ് കളറ് പുതപ്പൊക്കെ ഇട്ട് മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോ ഹയാസ് വരുമ്പോ ഹയാസ് ഇത് കർട്ടൻ പൊക്കുമ്പോ എങ്ങനെ ഉണ്ടാവും കാണാം. കർട്ടൻ പൊക്കുക അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയണത്. ഹലോ, അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? എന്താണ് ഇവിടെ നനഞ്ഞിരിക്കണത്? വെള്ളം കൂട്ടി. ഹയാസ് വന്നപ്പോ തന്നെ ഞാനൊരു സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സൈറ്റ്മെന്റും കോൺവെർസേഷൻസും എല്ലാം എനിക്ക് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഹംന അവിടെ ഫോണിൽ പാട്ടും വെച്ചിട്ടിരിക്കാണ് കേട്ടോ. അതിന്റെ സൗണ്ട് കൊണ്ട് ഇവിടുത്തെ ഈ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല. ഹയാസ് ആണെങ്കിൽ സർപ്രൈസ് കാണാനായിട്ട് അവൻ തന്നെ ഇങ്ങനെ കണ്ണടക്കാൻ റെഡി ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണൊക്കെ അടച്ച് നമ്മൾ നേരെ അവനെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണ് തുറന്ന് കണ്ടപ്പോഴേ ഒരു വണ്ടിയുടെ ലുക്കൊക്കെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇക്കാക്കണിയിൽ റിമോട്ടിൽ അവനത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ അവൻ അത് ഓപ്പൺ ചെയ്തപ്പോഴേക്കും അവന്റെ സന്തോഷം ഇനിയിപ്പോ ഞാൻ വാക്കുകളാൽ പറയണ്ടല്ലോ. നമ്മൾ ആ ഇലക്ട്രിക്കിന്റെ സ്കൂട്ടറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഹയാസിന് ഇത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇതായതുകൊണ്ട് അവനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അതിലൊക്കെ കയറിയിരുന്ന് ഓടിക്കണം, ഇതൊക്കെയാണ് അവന്റെ കാര്യങ്ങൾ. അപ്പൊ മദ്രസയിൽ നിന്ന് വന്ന് യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല. ഹയാസ് കയറിയിരിക്കുന്നത് കണ്ടിട്ട് വേഗം ഹംന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കുറച്ചു നേരം വണ്ടിയൊക്കെ ഓടിച്ചു. നമ്മളിത് പർച്ചേസ് ചെയ്തപ്പോ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ടിന്യൂസ് 8 hours ഇതൊരു ചാർജിൽ ഇടണമെന്ന്. അപ്പൊ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഹയാസും കൂടി ഇത് കണ്ടിട്ട് അവനും കൂടി ഒന്ന് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേഗം ഇടാന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. കാരണം അതിന്റെ ഇടയിൽ പിന്നെ നമുക്ക് ദൂരാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ കുറച്ച് നേരം, ഒരു ലിമിറ്റഡ് ടൈം മാത്രമാണ് രണ്ടുപേരും കൂടി ഇത് കളിച്ചിട്ടുണ്ടായിരുന്നത്. പാട്ടൊക്കെ വെച്ച് തകർക്കാണ് കേട്ടോ ഇവിടെ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു വിഷ്വൽസിൽ ഇക്കാനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് അറിയോ? ഇക്കാക്ക് ഇത് ഓടിച്ചു നോക്കിയാൽ കൊള്ളാന്നുണ്ട്. കാരണം ഫുൾ ടൈം കൺട്രോളിങ് ഇക്കാന്റെ കയ്യിലായിരുന്നു കേട്ടോ. എന്തായാലും ഇത് ഇക്കാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എന്തായാലും കേറാൻ പോണില്ല. ഹലോ, അവര് എപ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും അത് ഒരു കോട്ടുവായി കാക്ക് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം ടേക്ക് എടുക്കുന്ന അറിയോ? ഇതെന്തായാലും ഇതിൽ കിടക്കട്ടെ. ഇതാണ് സ്ഥിരം കലാപരിപാടി. ഞങ്ങള് അത് പറഞ്ഞ് കുറെ നേരം തല്ലുപിടിച്ചിട്ടായിരിക്കും പിന്നെ ഞാൻ അടുത്ത ടേക്ക് എടുക്കുന്നത്. ഹയാസ് അവിടെ ഇരിക്കും വളമാണ്. അപ്പഴേ രാവിലെ ഹയാസിനെ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊക്കെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? ഹയാസിനെ സർപ്രൈസ് ആയിട്ട് നമ്മൾ ആ ജീപ്പൊക്കെ പ്രസന്റ് ചെയ്തു. ഹയാസിന് എങ്ങനെ ഉണ്ടായിരുന്നു റിയാക്ഷൻ? സർപ്രൈസ് ആയോ ഹയാസ്? ഹയാസിന് ഭയങ്കര ഇഷ്ടമായി. ഹയാസിനും ഹംനാക്കും കൂടിയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഹയാസിന്റെ ബർത്ത്ഡേന് അടുത്ത മാസമാണ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മള് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല കേട്ടോ, ഉമ്മിച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ഹംനാട കുറച്ച് ഫോട്ടോസ് എടുക്കാന്നും പറഞ്ഞിട്ട് ഇറങ്ങിയേക്കണേ കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് ഫോട്ടോസ് ഇടണമല്ലോ നമ്മൾ. എന്നാ ആലങ്കാരികമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയാം. പക്ഷെ അത്രക്കൊന്നുമില്ല. അയ്യോ 2 വാങ്ങിക്കണം. 2 വയസ്സിന്റെ 2 വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ നല്ല എവിടെയെങ്കിലും ഒരു സ്പോട്ട് കിട്ടിയാൽ അവിടെ നിർത്താം, എന്നിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഹയാസിന് നല്ല ട്യൂസ്ഡേ ഹയാസിന് ഇവിടെ പോണെന്നും പറഞ്ഞു. നാളെ കഴിഞ്ഞിട്ട്, നാളെ മൺഡേ, നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ. അപ്പൊ ഹയാസിന് ബീച്ചിൽ പോണെന്നും പറഞ്ഞ് ഹയാസ് ബീച്ച് ടോയ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്.
ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോ കാറിനൂടെയാണ് ഇറങ്ങിയിരുന്നത്. 2 വീലറിന് പോയിട്ടുണ്ടെങ്കിൽ ആകെ മുഷിപ്പായിരിക്കും. കാരണം ഒന്നാമത്തെ തിരിച്ചു വരുമ്പോ ഇതുങ്ങൾ ഉറങ്ങും. പിന്നെ എന്റെ കാലിന് നൈസായിട്ടൊരു പണിയിട്ടിരിക്കാണ്. 2-3 ദിവസമായി. ചെറുതായിട്ട് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ നടന്നു പോയപ്പോ വീടിന്റെ അകത്ത് ആ ഭിത്തിയിൽ അങ്ങോട്ട് അടിച്ചുകൊണ്ട് അപ്പൊ ചെറുപേറിൽ കുറച്ച് ഡാമേജ് ആയിട്ടിരിക്കുന്നു. ചെറിയ രീതിയിൽ നടക്കാനൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് 2 വീലറിന് പോയിട്ട് വരുമ്പോഴേക്കും ചിലപ്പോ നീര് വെക്കും. നീര് കൂടുതലായിട്ടും 2 ദിവസമായി, 2-3 ദിവസമായില്ല. ഇപ്പൊ മാറും എന്ന് ഓർത്തിരുന്നു. ബുധനാഴ്ച രാത്രി സംഭവിച്ചതാണ്. പക്ഷെ മാറണില്ല. ഇനിയിപ്പോ മാറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്തായാലും ഡോക്ടറെ കാണാൻ പോണം. പിന്നെ എനിക്ക് ആക്ച്വലി ആ വണ്ടിയൊക്കെ വെച്ചിട്ട് അവിടെ ഫോട്ടോ എടുക്കണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ വണ്ടി കയറ്റി കൊണ്ടെടുക്കുക, അവിടെ ചെന്ന് ഇറക്കുക, അതൊക്കെ ഇച്ചിരി ടാസ്ക് പരിപാടി ആയതുകൊണ്ട് അത് നമ്മൾ വീട്ടിൽ ചെറിയ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറ്റിയ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. ഭയങ്കരമായ പ്ലാനിങ് ഉണ്ടായിരുന്നോണ്ട് വലിയ കാര്യമായിട്ടൊന്നും നടക്കാൻ പോണില്ല. അതായത് ഈ ഫോട്ടോഷൂട്ട് എടുക്കല്, ഡ്രസ്സ് എടുക്കല്, അതൊക്കെ ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. പറ്റുന്ന പോലെയൊക്കെ എല്ലാം നമ്മളെ കൊണ്ട് ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. നമുക്കിനി എവിടെയെങ്കിലും സ്പോട്ട് കിട്ടിയാല് അവിടെ വെച്ച് ഫോട്ടോ എടുക്കാം. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ഹംനാനെ റെഡിയാക്കി ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഹംനാന ആ പിങ്ക് കളറാണെന്നില്ലേ ഹംനയുടെ കയ്യിൽ ഫോണും കൊടുത്ത് അവിടെ ഇരുത്തിയേക്കണം. ഇല്ലെങ്കിൽ മുടി കെട്ടിയേക്കണൊക്കെ വലിയ കാര്യമായിട്ടല്ലെങ്കിൽ ഇവളുടെ ചുരുണ്ട മുടി ആയതുകൊണ്ട് ഭയങ്കര പണിയാണ് കെട്ടിയൊക്കെ. അപ്പൊ മുടി കെട്ടിയേക്കണതും ആ സാധനങ്ങളൊക്കെ കഴിച്ചവള് കളയും. അപ്പൊ ഞാൻ ഫോൺ കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പിന്നെ അവള് വാശി പിടിച്ചാലും കുഴപ്പമില്ലല്ലോ. പിന്നെ അവളെ ഒന്ന് കിടത്തി ഉറക്കി മൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഈ പോണത്. ബീച്ചിലേക്ക് പോയാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴേ ഹയാസ് ആണെങ്കിലും ഹംനാണെങ്കിലും പിന്നെ ഒന്നിനും സമ്മതിക്കൂല. വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ഇതിലായിരിക്കുള്ളൂ. നോക്കട്ടെ, അപ്പൊ പറ്റുന്ന പോലെ ചെയ്യാം. അപ്പൊ അവിടെ ഫോട്ടോ എടുക്കാൻ എത്തിയിട്ട് എന്തായാലും കാണിച്ചു തരാവേ. നമ്മളപ്പോ അതേ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുഴുപ്പില് ബീച്ചിലെത്തിയിട്ട് ഹയാസ് പറഞ്ഞ പോലെ. ആക്ച്വലി ആ ബിഹൈൻഡ് ദ സീൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്തിട്ടുണ്ട്, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ 2 ഫോണിലായിട്ട് ഒരെണ്ണത്തിൽ ഫോട്ടോയും ഒരെണ്ണത്തിൽ ഷോർട്ട് വീഡിയോ എടുത്ത് പിന്നെ കൊച്ചിന്റെ മൂഡൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ സെറ്റായ സമയത്തിനുള്ളിലാണ് നല്ല ഫോട്ടോസ് കിട്ടിയല്ലേ. ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. സിമ്പിളായിട്ട് നല്ല ഫോട്ടോസ് കിട്ടി. വരുന്ന വഴിക്ക് നമ്മൾ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 പേരെയും കളിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയേക്കാണ് കേട്ടോ. മറ്റേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. 2 പേരെയും ആ ലെവലിൽ ഇറക്കിയേക്കാണ്. ഹയാസേ സോറി കാണുന്നില്ല. ഹയാസ് വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ ബീച്ച് ടോയ്സ് ഒക്കെ എടുത്തിട്ടാണല്ലോ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് ഹയാസ് ഹംനയുടെ സെറ്റായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കേൾക്കണില്ലെങ്കിൽ എന്തായാലും വോയിസ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. ഹായ് പറഞ്ഞേ. കഴുകിച്ചോളാം കേട്ടോ. അപ്പൊ ഇവിടെ 2 പിള്ളേരും നല്ല കളിയിലാണ്. ഹംനയുടെ കോസ്റ്റ്യൂം പോലും ഇതിൽ കാണിച്ചില്ല. പിങ്ക് കളർ ഒരു ഫ്രോക്ക് ഇടിച്ചിട്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഫോട്ടോസ് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടും നമ്മളിത് പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ കുഴുപ്പില് ബീച്ചിൽ ഇപ്പം സമയം 6:05 സൺസെറ്റ് ആയിട്ടുണ്ട്. അപ്പം കുറച്ചു നേരം പിള്ളേരോടെ കളിച്ചിട്ട് നമുക്ക് പോകാം. അതെ ഇക്കാക്ക അവിടെ ഹംനയുടെ കൂടെ കളിക്കുന്നുണ്ട്. ഹയാസ് വിരകുന്നുണ്ട്. 2 പേരെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടേക്കാണ് കുറച്ചു നേരം. കാരണം ഇത്രയും നേരം നമ്മുടെ അടുത്ത് ഒരു 1/2 മണിക്കൂറോളം അവരിങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു. കടൽ കാണിച്ചിട്ട് പിടിച്ചു വെക്കാന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല. അപ്പം നമ്മളിവിടെ പിടിച്ചു വെച്ചേക്കായിരുന്നു 2 പേരും. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തതിനപ്പോൾ 2 പേരെ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കുറേ ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ. ഇവിടെ മെയിൻലി എല്ലാവരും ഫോട്ടോഷൂട്ടിനാണ് വരണേന്ന് നോക്കി പോണേ. മെയിൻലി ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നമ്മൾ വന്നിട്ട് കണ്ടത് മിക്കവാറും എല്ലാവരും ഫോട്ടോഷൂട്ടാണ്. എന്തൊന്നും ഉണ്ടാക്കണേ ആമേ, എന്ത് സാധനം അത്? ഹയാസ് ദേ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നു. ഇതെന്തോന്നാ ഉണ്ടാക്കിയേ ഹയാസേ? പിരമിഡാണോ? പിരമിഡ് എന്നായി പോയി. പിരമിഡാണ്. ഇക്കാക എന്താ നീ ഉണ്ടാക്കി കൊടുക്കണേ? ഓരോ മോൾഡൊക്കെ ഉണ്ടല്ലോ, ഇത് വെച്ച് ഇങ്ങനെ കളിക്കുന്നത്. ഇത് ഏതോ ഒരു സമയത്ത് ഉമ്മിച്ച് എന്തോ വാങ്ങിച്ചു കൊടുത്തല്ലേ ഇവർക്ക്? എവിടെ? അതെന്ത് സാധനം? ആമയാണോ? ടോർട്ടോയ്സ്. അയ്യോ, അതിന്റെ തലയിൽ ഇതുവരെ മണ്ണാക്കേണ്ടിരുന്നതാണ്. അബ്ബാ, പൊടിമണ്ണാണ്. അങ്ങനെ ഇങ്ങനെ ഒന്നും പോകൂല. അത് വെള്ളത്തിലിറക്കി നനക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുത്തി കളിപ്പിക്കുന്നത്. ആ മണ്ണല്ലേ കുടഞ്ഞാൽ പൊക്കോളും. ഈ വെള്ളത്തിലിറങ്ങിയ പിന്നെ സീനാണ്.
അപ്പൊ എന്തായാലും ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ലൈറ്റ് ഒക്കെ പോകുന്നതിന് മുന്നേ വൈൻഡപ്പ് ചെയ്യാന്ന് ഓർത്തു. ഓൾറെഡി ഈ ഒരു വ്ളോഗ് അത്യാവശ്യം ലെങ്തിയർ ആണ്. നമ്മുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുക്കാൻ പോലെ, ഗിഫ്റ്റ് വാങ്ങിക്കല്, ഇന്ന് രാവിലത്തെ സർപ്രൈസ്, ഈ ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻ അല്ല, എന്നാൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ അതൊക്കെ കൂടി അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ മിക്കവാറും ഞാൻ റിലീസ് ചെയ്യുന്നത് ട്യൂസ്ഡേ അമ്മയുടെ ബർത്ത്ഡേ ഒന്നായിരിക്കാനാണ് ചാൻസ്. കാരണം ഇന്നിപ്പോൾ സൺഡേ ആയി, നാളെ എഡിറ്റ് ചെയ്തിട്ട് മറ്റേന്ന് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അമ്മയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇൻഷാല്ലാ വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളെ കാണിച്ചു തരും. വലിയ പരിപാടിയൊന്നുമില്ല, ഒരു കേക്ക് കട്ടിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെന്തായാലും ഇൻഷാല്ലാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഹംനാക്ക് ഒരു ബർത്ത്ഡേ വിഷയെങ്കിലും വിഷ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ പ്രയോസിൽ ഞങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു. ഹയാസ്.